ട്രിവി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫാമിലി മൊത്ത് അതിമനോഹരമായ പന്തളം കൊട്ടാരത്തിലേക്ക് ഒരു യാത്ര. പരശുരാമൻ്റെ കാലം മുതൽ ശബരിമലയിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന ശാസ്താവായി കരുതപ്പെടുന്ന അയ്യപ്പനുമായുള്ള പന്തളം കൊട്ടാരത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് നിരവധി ചരിത്രകാരന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ അയ്യപ്പൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കരുതപ്പെടുന്ന പന്തളം കൊട്ടാരം സന്ദർശിക്കുന്നത് ഒഴിവാക്കാനാവില്ല. മനോഹരമായ അച്ചൻകോവിൽ നദിയുടെ തീരത്ത് പണിത പന്തളം കൊട്ടാരം കേരളത്തിൻ്റെ പൈതൃകത്തിലും വിശ്വാസങ്ങളിലും വളരെ പ്രാധാന്യമുള്ളതാണ്. അയ്യപ്പൻ താമസിച്ചിരുന്നതായും കളിച്ചിരുന്നതായും പറയപ്പെടുന്ന കൊട്ടാരമാണ്. അതുല്യമായ മകരവിളക്കും മകരജ്യോതി ദർശനവും നടക്കുന്ന ഋതുക്കളുടെ സമാപനത്തിനായി ക്ഷേത്രത്തിലേക്ക് തിരുവാഭരണം കൊണ്ടുവരുന്ന സ്ഥലമായതിനാൽ ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണിത്. 6-ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാക്കന്മാരുടെ പിന്മുറക്കാരാണ് പന്തളം കുടുംബമെന്ന് പറയപ്പെടുന്നു. നൂറ്റാണ്ടുകളായി പാണ്ഡ്യഭരണം ദുർബലമാവുകയും മറ്റു ഭരണാധികാരികളിൽ നിന്നുള്ള നിരന്തരമായ ആക്രമണങ്ങളാൽ ഇവരെ തങ്ങളുടെ രാജ്യം വിട്ട് ഓടിപ്പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. പാണ്ഡ്യരുടെ ഒരു ശാഖ ദേശം വിട്ട് പത്തനംതിട്ടയിലെ കോന്നിയിൽ എത്തിയ സമയമാണിത്. തെക്കൻ കേരളത്തിൽ പ്രബലരായി കണക്കാക്കപ്പെട്ടിരുന്ന വേണാട് ഭരണാധികാരികളുടെ സഹായത്തോടാണ് പന്തളം രാജവംശം നിലവിൽ വന്നത്. തങ്ങളുടെ ചെറിയ ഭരണം തുടങ്ങാൻ വേണാട് ഭരണാധികാരികൾ പന്തളത്ത് ഇടം നൽകി. 1194 പന്തളം കുടുംബത്തിലെ മുഴുവൻ വംശവും ഒടുവിൽ വന്ന് പന്തളത്തിന് ചുറ്റും ഭരണം സ്ഥാപിച്ചു. പന്തള രാജ്യത്തിൻ്റെ ഭരണപ്രദേശം നിരവധി കുന്നുകൾ ഉൾപ്പെടുന്ന വിശാലമായ പ്രദേശം ഉൾക്കൊള്ളുന്നു. അതിലൊന്ന് ശബരിമലയായിരുന്നു. ഭരണാധികാരിയെ ഏയൂർ സ്വരൂപം എന്ന് വിളിച്ചിരുന്നു. വേണാട് രാജ്യത്തിൻ്റെ സമാന്തനായി ഭരിക്കാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിന് മാത്രമായിരുന്നു. പന്തള രാജാക്കന്മാർ എല്ലാ മതങ്ങളിൽ നിന്നുള്ള ആളുകളെ സ്വീകരിക്കുന്നതായി അറിയപ്പെട്ടിരുന്നു. അവരുടെ ഭരണത്തിന് കീഴിലുള്ള സ്ഥലങ്ങളിൽ പള്ളികളും മസ്ജിദുകളും നിർമ്മിക്കുന്നതിന് മുസ്ലിം ക്രിസ്ത്യൻ മിഷണറിമാരെ സഹായിച്ചതിനാൽ മതനിരപേക്ഷത അവരുടെ ഒരു വിഷയമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം അയ്യപ്പനും കൊട്ടാരവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പന്തള രാജാക്കന്മാർ ഭാർഗവ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. രാജാവ് രാജശേഖരൻ ഒരിക്കൽ തൻ്റെ നായാട്ടിനുള്ള യാത്രക്കിടെ കാട്ടിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. കുട്ടിയെ കണ്ടെത്തിയപ്പോൾ കഴുത്തിൽ മണിയുമായി തിളങ്ങുന്ന ഒരു ആൺകുട്ടിയായിരുന്നു അത്. ദിവ്യ ശിശുവിനെ കണ്ടപ്പോൾ അവൻ ഭഗവാന് നന്ദി പറഞ്ഞു. അവനെ കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവിടെ അവർ ആൺകുട്ടിക്ക് മണികണ്ഠൻ എന്ന് പേരിട്ടു. പിന്നീട് അയ്യപ്പനായി മാറി. ഈ ബാലൻ പന്തളം കൊട്ടാരത്തിൽ തൻ്റെ ബാല്യവും കൗമാരവും കളിച്ച് ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു. ചെളി, കല്ല്, മരം, മുള എന്നിവ ഉപയോഗിച്ച് ഒരു രാജവംശത്തെ പാർപ്പിക്കാൻ നിർമ്മിച്ചതാണ് എന്നതിനാൽ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ലളിതമാണ്. വേണാട് കൊട്ടാരത്തിൽ
കാണുന്നത് പോലെ വിപുലമായ മരം കൊത്തുപണികളൊന്നും നിലവിലില്ല. ശബരിമലയുടെ രൂപകൽപ്പന അനുസരിച്ചാണ് വലിയ കോയിക്കൽ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അയ്യപ്പൻ ശബരിമലയിലേക്ക് പുറപ്പെട്ടതിന് ശേഷം രാജരാജശേഖരനാണ് ഇത് നിർമ്മിച്ചത്. ശബരിമലയിലേക്കുള്ള രാജകീയ ആഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. കൊട്ടാര സമുച്ചയത്തിൽ നിരവധി മുറികളുണ്ട്. അതിൽ വിഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആചാരപരമായ അടിസ്ഥാനത്തിൽ ഇവിടെ നടത്തപ്പെടുന്നു. മധ്യഭാഗത്തുള്ള നാലുകെട്ട് കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യേകതയാണ്. കൊട്ടാര സമുച്ചയത്തോടൊപ്പമുള്ള ദേവാരപ്പുരകൾ പവിത്രമാണ്. അതിനാൽ സന്ദർശകർ അവയിൽ പ്രവേശിക്കുമ്പോൾ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരാൾക്ക് സന്ദർശിക്കാവുന്ന മറ്റൊരു ക്ഷേത്രം കൈപ്പുഴ ക്ഷേത്രമാണ്. കൊട്ടാരം വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. കാരണം ഇവിടെയാണ് അയ്യപ്പൻ്റെ ഏറ്റവും വിശുദ്ധമായ ആഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ശബരിമല ദർശനവേളയിൽ ഭഗവാൻ നൽകിയ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊട്ടാര അംഗങ്ങളും ചില പ്രത്യേക ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നു. മകരവിളക്ക് നാളിൽ ശ്രീകോവിൽ അവസാനമായി പ്രാർത്ഥിക്കുന്നത് കൊട്ടാരത്തിലെ മുതിർന്ന അംഗം അല്ലെങ്കിൽ രാജാവാണ്. കൂടാതെ തീർത്ഥാടനത്തിന് പോകുന്ന ഓരോ ഭക്തനും ഒരു ആചാരമെന്ന നിലയിൽ ഒരു ഇരുമുടിക്കെട്ട് തലയിൽ ചുമക്കേണ്ടതുണ്ട്. എന്നാൽ കൊട്ടാരത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ അവരുടെ തീർത്ഥാടന സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളൂ. തീർത്ഥാടനത്തിൻ്റെ ഭാഗമാണ് ഈ കൊട്ടാരം. ശബരിമലയിലേക്കുള്ള യാത്രയിൽ വലിയ കോയിക്കൽ ക്ഷേത്രത്തിലാണ് മിക്ക ഭക്തരും പ്രാർത്ഥിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ രാജ്യം നിലവിൽ വന്നതോടെ പന്തളം രാജവംശത്തിന് പ്രാധാന്യം നഷ്ടപ്പെട്ടു. തൻ്റെ രാജ്യം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി മാർത്താണ്ഡവർമ്മ എല്ലാ ചെറിയ പ്രദേശങ്ങളും പിടിച്ചെടുത്തു. എന്നാൽ വേണാട് ഭരണാധികാരികളുമായി വർഷങ്ങളോളം അവർക്കുണ്ടായിരുന്ന സൗഹൃദ ബന്ധം കണക്കിലെടുത്ത് പന്തളം വിട്ടു. ടിപ്പുവിൻ്റെ മലബാർ അധിനിവേശ സമയത്ത് പന്തളവും ഈ സൗഹൃദപരമായ ബന്ധം വിപുലീകരിച്ചിരുന്നു. എന്നാൽ തിരുവിതാംകൂറിന് യുദ്ധച്ചെലവ് വളരെ കൂടുതലായതിനാൽ പന്തളത്തോട് യുദ്ധച്ചെലവ് പല തവണകളായി നൽകാൻ ആവശ്യപ്പെട്ടു. പന്തളം രാജവംശത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് ശബരിമലയിൽ ലഭിച്ച സംഭാവനകളായിരുന്നു. എന്നാൽ യുദ്ധഗാഡികളുടെ വില വളരെ ഉയർന്നതാണ്. 1794 പന്തളം രാജാവ് ശബരിമലയിൽ നിന്ന് തിരുവിതാംകൂർ രാജ്യത്തിലേക്കുള്ള വരുമാനം അനുമാനിച്ചു. 1820 ആയപ്പോഴേക്കും പന്തളം കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതിനാൽ തിരുവിതാംകൂർ ഗവൺമെൻറ് പന്തളത്തെ എല്ലാ വരുമാനവും തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ പേരിൽ ശേഖരിക്കാൻ സമ്മതിച്ചുകൊണ്ട് കുടുംബത്തിലെ ഓരോ അംഗത്തിനും അവരുടെ പദവിക്ക് അനുയോജ്യമായ ഭാവി സന്തതികൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു ഉടമ്പടിയുമായി മുന്നോട്ട് വരികയും പന്തളം സാമ്രാജ്യം തിരുവിതാംകൂറിൽ ലയിക്കുകയും ചെയ്തു. ഈ ലയനത്തോടെ കുടുംബത്തിന് ശബരിമല ക്ഷേത്രത്തിൻ്റെ മേലുള്ള എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. അന്നേ കൊട്ടാരം തുറക്കത്തുള്ളൂ. അന്നിവിടെ വൈകിട്ട് തിരുവാഭരണത്തിനെല്ലാം എഴുന്നള്ളിക്കുകയും ചെയ്യും. ഈ ശബരിമലയ്ക്ക്
ഇത് ശബരിമല മൂലസ്ഥാനം. കൂടാതെ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണാവകാശം മാത്രം പന്തളം കൊട്ടാരത്തിന് നൽകപ്പെട്ടു. പരശുരാമൻ്റെ കാലം മുതൽ ശബരിമലയിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന ശാസ്താവായി കരുതപ്പെടുന്ന അയ്യപ്പനുമായുള്ള പന്തളം കൊട്ടാരത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് നിരവധി ചരിത്രകാരന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. വാദപ്രതിവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കാം. എന്നാൽ അയ്യപ്പൻ്റെ സന്നിധാനമുണ്ടെന്ന് കരുതപ്പെടുന്ന പന്തളം കൊട്ടാരം സന്ദർശിക്കുന്നത് ഒഴിവാക്കാനാവില്ല. ഇന്ത്യയിലെ കേരളത്തിലെ അച്ചൻകോവിൽ നദിക്ക് കുറുകെയുള്ള ഒരു കാൽനട തൂക്കുപാലമാണ് പന്തളം തൂക്കുപാലം. ഇത് അയ്യപ്പ ക്ഷേത്രത്തെ കൈപ്പുഴ കൃഷ്ണ ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വീതിയുള്ള തൂക്കുപാലമാണിത്. കേരള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ആൻഡ് ലാൻഡ് സർവേ നിർമ്മിച്ച ഈ പാലത്തിന് ഏകദേശം 70 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയുമുണ്ട്. അഞ്ചാറ് കൊട്ടാരങ്ങളുണ്ട്. അത് കൂടുതൽ ഇവിടെ അയ്യപ്പൻ നിന്ന കൊട്ടാരം എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ നിന്ന് വളർന്നതൊക്കെ ഇവിടെ തന്നെ. വേറെ പാലസുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഇത് നമ്മുടെ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് ഈ തൂക്കുപാലം കഴിഞ്ഞ് ഇറങ്ങുന്നിടത്തുണ്ട്. അവിടെ നിന്ന് അതാ ഇതിലൂടെ കൂടി കയറി അങ്ങനെ റൈറ്റ് ഇതിലൂടെ കയറി റൈറ്റോട്ട് പോകുന്നിടത്തായി കുളമൊക്കെ ഉള്ളത്. കുളിച്ച കുളവും കൊട്ടാരങ്ങളൊക്കെ ഒരു 3-4 കൊട്ടാരം. അത് നമുക്ക് പോകാൻ പറ്റുമോ? ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റുമോ? പിന്നെ അവിടെ പോയി അതെങ്ങനെ പോകണം? ഈ റോഡിൽ നേരെ കയറിയിട്ട് ടാക്ടറിലൂടെ കയറിയിട്ട് അവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ 2-3 പടിക്കെട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി തന്നെ ആ കുളം കാണാം. അവിടെ ഒത്തിരി നടക്കണം, ഒരുപാട് പോകണം. പോവില്ല, ഒരു 1 കിലോമീറ്റർ മൊത്തം നടന്നു പോകുന്ന അയ്യമ്മമാരൊക്കെ സീസണിൽ നടന്നു പോയിട്ട് കണ്ടിട്ട് തിരിച്ചതിലൂടെ പോകുന്നത്. പിന്നെ അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അമ്പലത്തിനകത്ത് കയറ്റി അതിലൂടെ പടിഞ്ഞാറോട്ട് കയറിയാലും പോവാം, കയറി പോകാം, അങ്ങനെയും പോവാം. അച്ഛൻ ഇവിടെ ഉള്ളതാണ്. അമ്പലത്തിനകത്ത് ശരി അച്ഛാ.